ചേച്ചി. ഗോപിക ആരുടെ അടുത്ത് സംസാരിക്കണേ? ചേച്ചിയാ. ചേച്ചിയാണോ? ഗോപിയുടെ ചേച്ചിയാണോ? എങ്കിൽ എനിക്ക് സംസാരിക്കണം. ഹലോ ഹലോ ഹലോ, എന്താ അവിടെ നിന്നൊന്നും മിണ്ടാത്തേ? എന്റെ അടുത്ത് പിണക്കത്തില്ല? നോക്കട്ടെ. ഷോ കോള് കട്ടായി പോയല്ലോ സിദ്ധുവേട്ടാ. ഓ, കട്ടായോ? എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ. സിദ്ധുവേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. ഇനി ചേച്ചി വിളിക്കുമ്പോ ഫോൺ ഞാൻ ഏട്ടനേരം. ഗോപികേ, സോറി. സോറിയോ? എന്തിനേട്ടാ? ഗോപിക, അമ്മയ്ക്കടുത്ത സാരി ഞാൻ കാരണം കത്തിപ്പോയില്ലേ? അതിനായിരുന്നോ സോറി? അതിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാരമില്ല, സിദ്ധുവേട്ടൻ പോയി കളിച്ചോ. അല്ല, ഇവളെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നത്? ഹലോ സ്വർണമ്മ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. നാളെ ഇവിടുത്തെ അയ്യപ്പന്റെ അമ്പലത്തില് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ മറക്കരുത്. ശരി. ആ, സിദ്ധുട്ടാ, എന്തായി കാണിക്കുന്നേ? ഏട്ടാ നിക്ക്. സിദ്ധു, നിക്കവിടെ. മോനെ, നിക്കവിടെ. നീ എവിടെ ധൃതി ഓടിപ്പോകുന്നേ? ഞാനേ സ്വാമിയെ കാണാൻ പോവാ. സ്വാമിയെ കാണാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്ന് ഈ അമ്പലത്തിൽ ഒരു വിശേഷ ചടങ്ങുണ്ട്. അതെന്താന്നറിയോ? എന്താ? സിദ്ധു അതൊക്കെ എങ്ങനെ ഓർക്കാനാ മഹേട്ടാ? ആ ഓർമ്മകളൊന്നും ഇപ്പൊ അവനുണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവനിപ്പൊ തന്നെ പറഞ്ഞേനെ. എനിക്കത് മനസ്സിലായി ജാനകി. പക്ഷെ ഇവൻ പറഞ്ഞത് ഓരോന്നും നമ്മൾ ഇവനെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ഓർമ്മപ്പെടുത്തി ഇവനെ പഴയ സിദ്ധുവാക്കി എടുക്കണം. അതല്ലേ യാമിനിയും പറഞ്ഞത്. നിങ്ങൾ എന്തേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണല്ലോ. അച്ഛൻ പറയാൻ വന്നതൊന്ന് പറയോ? ഇന്ന് ഈ അമ്പലത്തിൽ എന്താ പരിപാടി? പറയാം. ഇന്നിവിടെ അഖണ്ഡനാമയജ്ഞം നടക്കുക. അഖണ്ഡനാമയജ്ഞം എന്നാ എന്താന്നറിയോ മോനെ? നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? എടാ, നിനക്കറിയോ? അത് കണ്ടം മുറിയാതെ ഒരു ദിവസം ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെ ശാസ്താവിന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു ചടങ്ങ്. അതാണ് ശാസ്താവിന്റെ അഖണ്ഡനാമയജ്ഞം. ശാസ്താവിന് മാത്രമല്ല, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും രാമനെയും കൃഷ്ണനെയും സ്മരിച്ചുകൊണ്ട് കർക്കിടക മാസത്തിൽ അഖണ്ഡനാമയജ്ഞമായി നടത്താറുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നടത്തുന്ന അഖണ്ഡനാമയജ്ഞത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശിവഭഗവാന്റെയും മോഹിനി രൂപം പൂണ്ട വിഷ്ണു ഭഗവാന്റെയും മകനായി മണികണ്ഠൻ ഭൂമിയിൽ പിറന്നപ്പോൾ ആ സന്തോഷം നാരദർ ദേവലോകത്ത് അറിയിച്ചു. അവിടെ ദേവന്മാരും ദേവതകളും ആ സദ്വാർത്ത ആനന്ദത്തോടെ ആഘോഷിച്ചു. അന്നേരം ശാസ്താവിന്റെ നാമങ്ങൾ നാരദർ ദേവീദേവന്മാർക്ക് ചൊല്ലിക്കൊടുത്തു.
ആ നാമങ്ങൾ ഏറ്റുചൊല്ലി ദേവലോക നിവാസികൾ ഒന്നാകെ നൃത്തം വച്ചു. അതിന്റെ സ്മരണയ്ക്കാണ് നമ്മൾ ഇപ്പോഴും ശാസ്താക്ഷേത്രങ്ങളിൽ അഖണ്ഡനാമയജ്ഞം നടത്തുന്നത്. ഇതൊന്നും ഏട്ടന്റെ തലേ കേറിയിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞതിന്റെ പുണ്യം അയ്യപ്പൻ എന്റെ കുട്ടിക്ക് കൊടുക്കും, അല്ല മോനെ? വാ, നമുക്ക് പോയി പ്രദക്ഷിണം വയ്ക്കാം. വാ. വാ. ഏഞ്ചൽ, ഗോപികെ വാ വാ വാ. എന്റെ ഏഞ്ചലിനെ കണ്ടേ? ഏഞ്ചലോ? ആ, എന്റെ മാലാക ദേ അവിടെ നിക്കണ്ട്. എവിടെ? ഓക്കേ. അതെ, അതാണോ ഏട്ടന്റെ മാലാക? അതല്ല, എന്റെ മാലാക അവിടെ നിക്കണ്ടായിരുന്നു. എവിടെ പോയേ? ഏട്ടൻ മാലാഖയെ കണ്ടോ? ആ, ഞാൻ കണ്ടതാ. അവിടെ നിക്കണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ഇപ്പൊ കാണണില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എന്റെ മാലാഖയെ ഗോപിക്ക് പരിചയപ്പെടുത്തി തരട്ടെ? ഇവിടെ നിൽക്കണേ. അല്ല സിദ്ധേട്ടാ. കുട്ടാ, അമലെ, നോക്കി നിൽക്കാതെ പോയി പിടിക്കലാവനെ. കുട്ടാ. ഇവിടെ നിന്ന് കുട്ടാ വന്നേ. എന്റെ മാലാഖ ഇവിടെ ഉണ്ടായിരുന്നു. കാണും മാലാഖെ. കുട്ടാ അകത്തേക്ക് വാ. അങ്കിളും ആന്റി കണ്ട വീട്ടൊന്നും അപ്പൊ മാമ എന്നെ വിത്. ഞാൻ പോട്ടെ. കുട്ടാ, കുട്ടാ നിക്ക്. അടങ്ങി നിക്ക് കുട്ടാ. കുട്ടാ, എന്റെ മാല കാണിക്കുന്നേ? കുട്ടാ കാണിച്ചു തരാം. കുട്ടൊന്ന് നിക്ക്. കുട്ടാ കാണിച്ചു തരാം. നീ നനങ്ങാൻ നിക്ക്. നീ എന്തായി കാണിക്കുന്നത്? എനിക്ക് മാല കാണുന്ന പറഞ്ഞില്ലേ? ബഹളം ഉണ്ടാക്കല്ലേ. നീ ഇവനെ തൽക്കാലം പുറത്തു കൊണ്ടുപോയി മാനേജ് ചെയ്യും. അപ്പോഴേക്കും ഞങ്ങൾ തൊഴുതിട്ട് വരാം. പോണ്ട. അത് മതി. നീ ഇവനെ കൊണ്ട് പോയെ. ചെല്ല്. പോണ്ട. നീ പറഞ്ഞല്ലേ. ചെല്ല്. നടക്ക്. ഞാൻ കാണിച്ചു തരില്ലേ? വാ.
ആരായിരിക്കും സിദ്ധുവേട്ടൻ്റെ ഈ മാലാഖ? അറിയില്ല. എന്തായാലും അങ്ങനെ ഒരാളുണ്ട്, അതുറപ്പാ. ആ മാലാഖയെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിനെ, അല്ലേ ഋഷി? അതെ അതെ, ഏട്ടന്റെ മാലാഖയെ കാണാൻ കുറെ നാളായിട്ട് ഞാനും ആഗ്രഹിക്കാം. സാധിക്കണ്ടേ? മോളെ ചേച്ചി. ആ ചേച്ചി, മോളെ ഇപ്പൊ എത്തി ചേച്ചി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് മര്യാദയ്ക്ക് ചാകാൻ സമ്മതിക്കില്ലേ? നിങ്ങൾ നേരത്തെ എത്തിയായിരുന്നോ? ഇല്ല, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. തക്ക സമയത്ത് ഞങ്ങളുടെ അനിയത്തെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ല, ഈ കുട്ടി സൂയിസൈഡിന് ശ്രമിക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം? ഇത് ഇങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അത് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? അന്നൊരു പെൺകുട്ടി കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിയെ രക്ഷിച്ച കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ പെൺകുട്ടിയാ ഈ പെൺകുട്ടി. ആഹാ, അതെയോ? അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഇവൻ വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അത് അഞ്ജിതയായിരുന്നോ? അത് ഇവക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. പക്ഷെ അന്നത്തോടെ അവള് പഠിച്ചു. സ്റ്റേഷനിൽ വെച്ച് ഞാനും കണ്ടിരുന്നു. അത് ശരി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് മറ്റാരുമല്ല, എന്റെ അനിയന് ഹരിദാസിന്റെ മകനാ അഭിഷേക്.
കല്യാണം നടക്കുന്ന നേരത്ത് ഇവൻ ദുബായിൽ ഒരു ബിസിനസ് മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ടാണ് ആർക്കും ഇവനെ കാണാൻ പറ്റാത്തത്. പുതിയ മാമ ഞാൻ പറയണ കേക്ക്. ഞാൻ അവിടെ മാലാഖയെ കണ്ടതാ. അവിടെ കണ്ടതാ. വേണ്ട വേണ്ട, ഇപ്പൊ കുട്ടനെ അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയാലേ അച്ഛനമ്മ എന്നെ വഴക്ക് പറയും. എന്റെ അപ്പമാമ എന്നെ വീട് എനിക്ക് മാലാഖയെ കാണണം. എന്റെ അപ്പമാമ കുട്ടന്റെ മാലാഖയെ കാണാം. എപ്പോഴാ? നമ്മൾ ഇവിടെ നിന്നാ മാലാഖ അത് കൂടെ പോവില്ലേ? ഏയ്, ആ വഴിക്കൊന്നും പോകത്തില്ല. അതിന് മാലാഖയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആണോ? ആ, അതുവഴി മാലാഖയ്ക്കൊന്നല്ല ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. ശരിക്കും? കുട്ടനോട് അടങ്ങിയിരിക്കും. കുട്ടന്റെ മാലാഖ ഈ വഴിക്ക് വരും. അപ്പൊ കുട്ടന് മാലാഖയെ കാണാം. മാലാഖ ഈ വഴിക്ക് വരുവോ? വരും. നമുക്കേ വെയിറ്റ് ചെയ്യാം. കുട്ടൻ അടങ്ങി മര്യാദക്ക് ഇവിടെ നിൽക്കണം. ഓക്കെ അല്ലേ? യാതൊന്നു കാൺകിലും അയ്യാ നിൻ രൂപമായി, യാതൊന്നു കേൾക്കിലും സ്വാമി നിൻ നാമമായി, യാതൊന്നു ചെയ്കിലും സ്വാമി നിൻ പൂജയായി, തീരുവാനെന്നെ അനുഗ്രഹിക്കേണമേ. നീ ഇതെവിടെ പോകുന്നു? ആ, പോണില്ല. ഇവിടെ നിക്ക്. സമയത്രേ? ഇത്ര സമയായോ? മാലാഖ വന്ന് കാണും. മാലാഖയൊക്കെ വരും. നീ അടങ്ങിരി. അതെങ്കളഞ്ഞേ. ഞാൻ പോട്ടെ മാമ. എവിടെ പോന്ന്? അതെ, മാലാഖ ഇങ്ങോട്ട് വരും. നീ അടങ്ങിയിരിക്കേ.